നല്ലവണ്ണം മുടി സംരക്ഷിച്ചാൽ ഏത് പ്രായത്തിലും നമ്മുടെ മുടി വളരുകയും ചെയ്യും. ഏത് പ്രായത്തിലും നമ്മുടെ മുടി നല്ലവണ്ണം കറുപ്പിക്കാനും പറ്റും എന്നുള്ളതാണ് സത്യം. ഒരുപാട് പേര് നരമുടി ഉണ്ടായിട്ട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു അടിപൊളി ഹെയർ ഡൈ ഓയിലാണ് കേട്ടോ. നിങ്ങൾക്ക് വെളുത്ത മുടിയാണോ പ്രശ്നം? എന്നാൽ നിങ്ങളുടെ ഒരു മുടി പോലും ഇനി നരയ്ക്കുകയുമില്ല. റൂട്ടിൽ നിന്ന് വരുന്ന മുടിയെല്ലാം നല്ല കറുത്ത മുടിയായിട്ടിരിക്കുകയും ചെയ്യും. നിങ്ങളുടെ നരമുടി കുറഞ്ഞു വരികയും ചെയ്യും. വെളുത്ത മുടി കറക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ഹെയർ ഓയിലാണ് നിങ്ങൾക്ക് ഇന്ന് പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത്. പ്രായഭേദമന്യേ ആർക്കും തേക്കാം, താടിയിലും തേക്കാം, മീശയിലും തേക്കാം, അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കും തേക്കാം. പച്ചക്കറികളെ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇത് കണ്ടോ? ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ മുടി വേരുകളെ തന്നെ കറുപ്പിക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ഹെയർ ഡൈ ഓയിലാണ്. കാരണം ഞാനിത് ഹെയർ ഡൈ ഓയിൽ എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? നമ്മുടെ മുടി നര കറക്കാനാണ് എല്ലാവരും, നരച്ച മുടി കറക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ എപ്പോഴും ഉപയോഗിക്കുക, എപ്പോഴും ഉണ്ടാക്കി തേക്കാതെ നമുക്കിത് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ഒരു ഹെയർ ഡൈ ഓയിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്താണ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാൽ മാത്രമേ ഈ ഒരു ഹെയർ ഡൈ ഓയിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അറിയാൻ പറ്റൂ. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോകല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഹെയർ ഡൈ ഓയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ഇരുമ്പിൻ്റെ ഒരു കടായിയാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ചെറിയൊരു കടായിയാണ് കേട്ടോ, ഇരുമ്പിൻ്റെ. നമുക്ക് ഹെന്ന മിക്സും ഡൈയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെന്ന ബൗളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്തേക്കാം വീഡിയോയുടെ കൂടെ. ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി. വലിയ വിലയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിതുപോലുള്ള ഇരുമ്പിൽ ചീനിച്ചട്ടിയാണ് ആവശ്യം. ഇനി നമുക്കിതിനകത്തേക്ക് നല്ല രീതിയിൽ മുടി കറക്കാനായിട്ട് റൂട്ട് മുതൽ മുടി കറുത്ത് വരും, ഉറപ്പായ കാര്യമാണ്. അപ്പം നിങ്ങൾ ഇത് യൂസ് ചെയ്ത് നോക്കണം. അപ്പം നമുക്കിത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 100 മില്ലി വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു 100 മില്ലി നല്ല കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നല്ല കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇത് ഞാൻ മില്ലിൽ നിന്ന് ആട്ടിയ വെളിച്ചെണ്ണയാണ് മേടിക്കുന്നത്. കാരണം ഞാൻ ഓയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഓയിലാണ് തലയിൽ തേക്കാനും ഭക്ഷണത്തിനും എല്ലാം ഉണ്ടാക്കാൻ എടുക്കുന്ന ഈ ഒരു ഓയിലാണ്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഗ്യാസ് അടുപ്പ് ഓണാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിളയ്ക്കൊന്നും വേണ്ട, ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്കിതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊരു ഹെയർ ഡൈ ഓയിലാണ്. ഞാൻ ഈ സാധനങ്ങളെല്ലാം എൻ്റെ ഹെയർ ഓയിലിനകത്ത് ചേർക്കുന്നതാണ്. അതായത് മുടി കൊഴിച്ചിലിനും താരനും എല്ലാം, മുടി നന്നായിട്ട് വളരാനായിട്ടും മുടി കറക്കാനായിട്ടുമുള്ള ഓയിലിനകത്ത് ഈ സാധനങ്ങളൊക്കെ ചേർക്കുന്നതാണ്. ഇതൊരു ഹെയർ ഡൈ ഓയിലായിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത്. അതായത് നരമുടി കറക്കാനായിട്ടുള്ള ഓയിലാണ് കേട്ടോ ഇത് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് തലയിൽ തേച്ചാൽ മാത്രം മതി. ഓക്കെ. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് കരിഞ്ജീരകമാണ്. അതായത് ഇത് ഈ ഒരു ടീസ്പൂണെന്നല്ല, അത്ര ടീസ്പൂണല്ല, ഒരു മീഡിയം ഒരു സ്പൂണിന് 2 ടീസ്പൂണോളം കരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. കറക്റ്റ് അളവാണിത്. ഇത് കൂടിപ്പോകരുത്, കുറഞ്ഞും പോകരുത്. കാരണം കൂടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ കൂടും. അതുകൊണ്ട് പിന്നെ അത് കൂടാൻ പാടില്ല കേട്ടോ. അപ്പം 2 ചെറിയ മീഡിയം സ്പൂണിന് 2 ടീസ്പൂണോളം, 2 ടീസ്പൂൺ എന്ന് വേണേൽ പറയാം, ടേബിൾ സ്പൂൺ എന്ന് പറയണ്ട, കരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് ചേർക്കേണ്ടത്, ഇത് തവിട്ട് വെമ്പാടപ്പട്ട എന്നൊക്കെ പറയാം. നമുക്ക് എന്താ പറയുക, ആയുർവേദ ഷോപ്പുകളിൽ കിട്ടും, പച്ചമരുന്ന് കടകളിൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇതുപോലത്തെ ഒരു പീസ് മാത്രം ചേർത്താൽ മതി 200 മില്ലി എണ്ണയ്ക്ക്. നമ്മുടെ മുടി കറക്കാനായിട്ടും മുടി വളർച്ചയ്ക്കും എല്ലാം സഹായിക്കുന്ന ഒരു സംഭവമാണിത്. പ്രത്യേകിച്ച് മുടി കറക്കാൻ നല്ലൊരു സാധനമാണ് ഈ വെമ്പാലപ്പട്ട എന്ന് പറയുന്നത്. തവിട്ട് വെമ്പാട എന്നൊക്കെ പറയും. ഓക്കെ. നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളത് പച്ചമരുന്ന് കട ചോദിച്ചാൽ കിട്ടും. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടുമ്പം തന്നെ ഇതിൻ്റെ കളറ് മാറിക്കിട്ടും. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു കളർ ചേഞ്ച് ആകുന്നത്. കണ്ടോ, ഈ ഒരു കളറ് ഒരു ബീട്രൂട്ടിൻ്റെ ഒക്കെ നിറമായിട്ട് ഇത് മാറിക്കിട്ടും. ഇത് ഇട്ട് കഴിയുമ്പോൾ ഇത്തിരി എണ്ണയ്ക്കകത്തോട്ട് കണ്ടോ ഒരു കളർ തന്നെ മാറിക്കഴിഞ്ഞു. നന്നായിട്ടൊന്ന് കരിഞ്ജീരകമൊക്കെ ഒന്ന് മൂത്തിട്ട് ആ എണ്ണ കിടന്നൊന്ന് മൂക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ വെമ്പാലപ്പട്ടയും നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അതും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കളറെല്ലാം നന്നായിട്ട് ചേഞ്ച് ആകാൻ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. നല്ലൊരു ബ്രൗൺ, അതായത് മുന്തിരി കളർ എന്നൊക്കെ പറയാം, ആ ഒരു രീതിയിലുള്ള കളറായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വെമ്പാലപ്പട്ട ഇട്ട് കൊടുത്തപ്പോൾ തന്നെ. അപ്പോൾ ഈ വെമ്പാലപ്പട്ട നമ്മുടെ ഫെയർനെസ് ഓയിലിനകത്ത് നമ്മൾ ചേർക്കുന്നതാണ്. സ്കിന്നിനും ഒത്തിരി നല്ലതാണ് നമ്മുടെ കയ്യിൽ വെമ്പാലപ്പട്ട.
അപ്പം നമ്മൾ ആ സ്കിന്നിന് നമ്മുടെ ഫെയർനെസ് ഓയിൽ ഉണ്ടല്ലോ, ഒരുപാട് പേര് മേടിച്ചിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫെയർനെസ് ഓയിലിനകത്ത് നമ്മുടെ ഒരു വെമ്പാലപ്പട്ട ചേർക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഓയിലൊരു പർപ്പിൾ കളർ വരുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളി റിസൾട്ടാണ് അതിന്. അപ്പോൾ അത് വേണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ വന്നാൽ മതി. ചുളിവുകൾ ഉണ്ടാകാതിരിക്കാനായിട്ടും ഡ്രൈനെസ് മാറാനായിട്ടും സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് സ്കിൻ ഇരിക്കാനായിട്ടും സഹായിക്കുന്ന ഒരു ഫെയർനെസ് ഓയിലാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഓയിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതും വേണമെന്നുള്ളവർ വാട്സപ്പിൽ വന്നാൽ മതി. നമ്മുടെ ഓയിൽ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റ് കൂടുതൽ വെച്ചാൽ നമ്മുടെ വെമ്പാലപ്പട്ടയൊക്കെ കരിഞ്ഞ് നാശമായിട്ട് പോവും. അത്രയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും നേരം വെച്ചിട്ടുണ്ട്. നല്ല കളർ നല്ല ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഭയങ്കര ആ മുന്തിരി കളറിൽ നിന്നൊക്കെ മാറി നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, അപ്പം ഞാനിത് എടുത്തേക്കുന്നത് ഇൻഡിഗോ പൗഡറാണ്. ഇൻഡിഗോ പൗഡറും നമ്മുടെ എന്താ പറയുക കറിവേപ്പിലയും കൂടെ ഉണക്കി പൊടിച്ചതെല്ലാം മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ആ ഒരു പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇൻഡിഗോ പൗഡർ തന്നെയാണെങ്കിൽ അതിന് ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് പിന്നെ എന്താ പറയുക, ഈ ഒരു ഇൻഡിഗോ പൗഡറും നമ്മുടെ കറിവേപ്പില ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഉണങ്ങിയത് പൊടിച്ചതും കൂടെ ചേർത്താൽ മതി. അതാണ് ഈ ഒരു നിറം കേട്ടോ. ഇപ്പം നമുക്ക് അല്ലാതെ നിങ്ങൾക്ക് ഇൻഡിഗോ പൗഡറും കറിവേപ്പിലയും സെപ്പറേറ്റ് ആയിട്ട് ചേർക്കാം. ഇൻഡിഗോ പൗഡർ ഇതുപോലെ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഈ എണ്ണയ്ക്കകത്ത് ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മൈലാഞ്ചിപ്പൊടിയാണ്. അപ്പം ഞാൻ ചേർത്തേക്കുന്ന മൈലാഞ്ചിപ്പൊടി നമ്മുടെ ഹിമാലയയുടെ ഹെന്നയാണ്. അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ചേർന്നതാണ്. ബൃങ്കരാജ അങ്ങനെ കുറേ സാധനങ്ങൾ ചേർന്ന് ഹിമാലയയുടെ ഹെന്ന പൗഡർ വാങ്ങിച്ചാൽ മതി. അത് 2 ടീസ്പൂണുള്ളിൽ ചേർത്ത് കൊടുക്കുക. അപ്പം ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്തേക്കാം. ഇനിയിപ്പം തീ ഒന്നും കൂട്ടി വെക്കണ്ട, ഓഫ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് എന്താ പറയുക, തീ ഓണാക്കി വെക്കണ്ട. ഇപ്പോൾ വെമ്പാലപ്പെട്ട നമുക്ക് ഒന്ന് ഇതുമായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, എടുത്ത് കളഞ്ഞേക്കാം. ഇനി അത് എണ്ണയ്ക്കകത്ത് ഇടണ്ട കേട്ടോ. എൻ്റെ സാധനങ്ങളെല്ലാം ഇറങ്ങിക്കഴിഞ്ഞു. പിന്നെ അത് എണ്ണയ്ക്കകത്ത് ഇടേണ്ട ആവശ്യമില്ല. ഒരുപാട് കരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കണം കേട്ടോ. നല്ലപോലെ മൂക്കണം എണ്ണയ്ക്കകത്ത് കിടന്ന്. ഇതൊരു ഹെയർ ഡൈ ഓയിലാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. നല്ലൊരു ഹെയർ ഡൈ ഓയിലാണ്. പിന്നെ ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചൂടത്ത് തന്നെ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഓയിലിൻ്റെ കളറെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഒരു 1-2 മിനിറ്റോളം ഇതിന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതൊന്ന് അടച്ച് മൂടി ഇവിടെ തന്നെ വെക്കാം കേട്ടോ. ഒരു അരമണിക്കൂർ കഴിയട്ടെ. അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഓയിൽ തണുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോണേ, കണ്ടോ, നല്ല രീതിയിൽ നമ്മുടെ മുടിക്ക് വെളുത്ത മുടിയെല്ലാം കറക്കുന്ന ഒരു ഹെയർ ഡൈ ഓയിലാണ്. പിന്നെ ഇത് നമുക്കിത് അരിക്കണം കേട്ടോ, അരിച്ചെടുക്കണം. ഇത് കണ്ടോ, അരിച്ചെടുക്കണം. ഇത് അരിച്ചെടുത്തിട്ട് വേണം നമുക്ക് തലയിൽ തേക്കാൻ. കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കണം. അപ്പം ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ട് കാണിക്കണ്ട. നല്ല രീതിയിൽ മുടി കട്ട കറുപ്പാവും. നമുക്ക് ഈ ഓയിലൊന്ന് അരിച്ചൊഴിക്കാം കേട്ടോ. ഇതുപോലെ നമുക്കൊന്ന് അരിച്ചൊഴിക്കാം. നല്ല കട്ട കറുപ്പായിട്ടുള്ള ഒരു ഹെയർ ഡൈ ഓയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കക്കം വേണം നമുക്ക് തലയിൽ തേക്കാം കേട്ടോ. തേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കളയാതെ തലയിൽ തേച്ച് പിടിപ്പിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്നാന്ന് വെച്ചാൽ, ഇത് നമ്മൾ അടുപ്പിലിട്ട് തിളപ്പിക്കുമ്പോൾ തീ കൂട്ടി തിളച്ചുകൊണ്ടിരിക്കും. പൊടിയൊന്നും തിളച്ച് പോകരുത്, ഒരുപാട് കരിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ഇച്ചിരി മൂത്ത് വരണം പൊടി. പക്ഷെ കരിയുന്ന രീതിയിൽ പോകരുത് കേട്ടോ. ജസ്റ്റ് നന്നായിട്ടൊന്ന് മൂക്കണം. കാരണം നമ്മൾ ഹെയർ ഡൈ ഓയിലാണല്ലോ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മൂക്കണം. അതല്ലാതെ നമ്മൾ നന്നായിട്ട് കരിഞ്ഞു പുകഞ്ഞു പോകരുത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ എണ്ണ ഒന്ന് തിളച്ച് ആ ഒരു ചൂടായ എണ്ണ, നല്ലപോലെ ചൂടായി കിടക്കുന്ന എണ്ണ നമ്മൾ പൊടികൾ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീ ഓഫ് ചെയ്തിട്ട് ആ തിള ഒന്ന് നിന്നതിന് ശേഷം, ആ ചൂടൊന്ന് ചെറിയതായിട്ടൊന്ന് പോയതിന് ശേഷം മാത്രം ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് പൊടികളെല്ലാം ചേർക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു ദിവസം ഫുള്ള് നിങ്ങൾ വെക്കുക. പിറ്റേ ദിവസം എടുത്ത് അരിച്ചൊഴിച്ച് കുപ്പിയിൽ സൂക്ഷിക്കുക. കണ്ടോ, അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ഡൈ ഓയിലാണ് നമുക്ക് കിട്ടിയത്. മുടി നന്നായിട്ട് കറക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ഓയിലാണ് കേട്ടോ. കണ്ടോ, മുടി വേരുകളെ തന്നെ കറുപ്പിക്കും. ഇതിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ കറുപ്പ് നിറം എത്രത്തോളമാണ്. നല്ല ഒരു റിസൾട്ടാണ് നമ്മുടെ ഒരു ഹെയർ ഓയിൽ. നമ്മളിനി ഇതിൽ നമുക്ക് ആവശ്യത്തിന് കുപ്പിയിലോട്ട് ഒഴിച്ച് വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിതുപോലെ കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കാവുള്ളൂ. അപ്പം നമ്മുടെ
മുടി വേരുകളെ തന്നെ കറുപ്പിക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ഹെയർ ഡൈ ഓയിലാണ്. അപ്പം നമ്മുടെ ഹെയർ ഡൈ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഓയിൽ നമ്മൾ ഇതുപോലെ കുപ്പിയിൽ സൂക്ഷിച്ചു വെക്കുക. ആവശ്യാനുസരണം നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നിങ്ങൾ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് മൈൽഡായിട്ട് ഷാമ്പൂ വാഷ് ചെയ്ത് കളയുക കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഓയിൽ തേച്ചിട്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞാലും മതി. പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞാൽ കുറച്ചുകൂടി റിസൾട്ട് കൂടും. പിന്നെ എണ്ണമയൊക്കെ പെരണ്ടിരിക്കുന്ന ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ലൈറ്റായിട്ട് ഷാമ്പൂ വാഷ് ചെയ്ത് കളയുക. ഇത് നമ്മൾ ചെയ്യുന്തോറും ഒരു മാസം കൊണ്ട് തന്നെ നമ്മുടെ മുടി കറുത്ത മുടിയായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. റൂട്ടിൽ നിന്ന് വരുന്ന മുടിയെല്ലാം നല്ലവണ്ണം കറക്കും. അപ്പോൾ നമുക്ക് യാതൊരു കെമിക്കലും ഇല്ലാതെ ഈ ഒരു ഓയിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇത് പ്രിപ്പയർ ചെയ്യുമ്പം വളരെയധികം ശ്രദ്ധിക്കണം. ഒരുപാട് എണ്ണ കരിഞ്ഞു പോകരുത്. ആ സാധനങ്ങൾ നമ്മൾ ഇടുന്ന ആ പൊടികളെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. കാരണം ഇതൊരു ഹെയർ ഡൈ ഓയിലാണ്. നമ്മൾ ആദ്യം ചെയ്യുന്നവരെ എണ്ണായിട്ട് സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത് കരിഞ്ജീരകവും ആ ഒരു വെമ്പാലപ്പട്ടയൊക്കെ ഇട്ട് കൊടുക്കും. വെമ്പാലപ്പട്ട ഒന്ന് അതിൻ്റെ കളറെല്ലാം നന്നായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അതെടുത്ത് മാറ്റിയേക്കണം. അതിനുശേഷം നിങ്ങൾ ആ എണ്ണയ്ക്കകത്ത് തന്നെ പൊടിയിടുക. അതിനുശേഷം നിങ്ങൾ ആ എണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ചൂട് പെട്ടെന്ന് ആറി വരുമ്പോഴത്തേനും മാത്രം നിങ്ങൾ പൊടിയിടുക. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ പ്രശ്നമാകും. നിങ്ങൾ പൊടിയിടുമ്പം കരിഞ്ഞു പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പൊടികൾ ചേർക്കുക. എന്നിട്ട് നിങ്ങൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം ഫുള്ള് വെക്കുക. പിറ്റേ ദിവസം എടുത്ത് അരിച്ചൊഴിച്ച് കുപ്പിയിൽ സൂക്ഷിച്ചാൽ മതി. ഇപ്പം ഞാൻ എപ്പോഴും എടുത്ത് ചെയ്യുന്ന അറിയാവുന്നത് കൊണ്ട് ഞാൻ ആ ചൂടായ എണ്ണയ്ക്കകത്ത് തന്നെ ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് എടുക്കുക. അപ്പോൾ അതിൻ്റെ മൂപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ കൂടും. അതെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ ചെയ്താൽ മതി. നല്ല റിസൾട്ടാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. റൂട്ടിൽ നിന്ന് വരുന്ന മുടിയാണ് നമ്മുടെ നരമുടി മാറിയിട്ട് കറക്കാൻ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അടിപൊളി ഒരു നാച്ചുറൽ ഹെയർ ഡൈ ഓയിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് കാണിച്ചത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.